ചില മേഖലകളിൽ ഞാൻ വിജയിച്ചു, ബിസിനസ്സിൽ വിജയിച്ചു, എന്തെങ്കിലുമൊക്കെ ചില ഫീൽഡുകളിൽ ഞാൻ വിജയിച്ചു, ട്രോഫികൾ ലഭിച്ചു, പേര് വന്നു, പത്രത്തിൽ പേര് വന്നു, മന്ത്രിമാരുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടി. അതല്ല ശരിക്കുള്ള ശരിയായ ഫ്രൂട്ട്ഫുൾനെസ്. ശരിയായ ഫ്രൂട്ട്ഫുൾനെസ് എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നത് നീതിമാൻ എപ്പോഴും പച്ചവെച്ചും പുഷ്ടിവെച്ചും ഇരിക്കുന്നതാണ്. ഇതുപോലെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തകർന്നിരിക്കുന്നവരോ ഉണങ്ങിയിരിക്കുന്നവരോ വാടിയിരിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പച്ചപ്പായിട്ട് ഒരു പുഷ്ടിയാക്കി നിങ്ങളെ തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ നമുക്ക് കണ്ണൂരിൽ നിന്ന് ശില്പയാണ്. താങ്ക് യു സിസ്റ്റർ ശില്പ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ, തലമുറകളെ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശില്പയ്ക്ക് PhD പഠനം പൂർത്തിയാക്കുവാൻ കർത്താവിൻ്റെ കൃപ ആ കുഞ്ഞിൻ്റെ മേൽ ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം, സത്യം പറയട്ടെ എന്ന പേരിൽ വന്നിട്ടുള്ള ഓപ്പൺ ടോക്ക് എന്ന് പറയുന്ന പോഡ്കാസ്റ്റ്. ദയവായി അത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്ന നമുക്ക് ദുഃഖവെള്ളി, അതുപോലെ തന്നെ ശനിയാഴ്ചയും അതുപോലെ ഞായറാഴ്ചയുമായിട്ടാണ്. ദുഃഖവെള്ളിയാഴ്ച കൊച്ചിയിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഗുഡ് ഫ്രൈഡേ സർവീസ് നടക്കുകയാണ്. ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ തന്നെ ശനിയാഴ്ച ദ സെലിബ്രേഷൻ ഓഫ് ക്രോസ് എന്ന പേര് നടക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടെ നടക്കുകയാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. ഞായറാഴ്ച ഈസ്റ്റർ സൺഡേ എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞങ്ങൾ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ടീൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പ് കൊച്ചിയിൽ വെച്ച് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുകയാണ്. ദയവായി രജിസ്റ്റർ ചെയ്യുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ആർ യു റെഡി? നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ മാർച്ച് 24 ട്യൂസ്ഡേ എടുക്കുക. ഫോക്കസ് വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രൂട്ട്ഫുൾനെസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഫ്രൂട്ട്ഫുൾനെസ്. കാരണം സൃഷ്ടിച്ചപ്പോൾ ആദ്യത്തെ അനുഗ്രഹത്തിൽ തന്നെ കർത്താവ് പറഞ്ഞത് ബി ഫ്രൂട്ട്ഫുൾ. നിങ്ങൾ ഫലപ്രാപ്തിയുള്ളവരാകുവേൻ, സന്താന പുഷ്ടിയുള്ളവരാകുവേൻ. പക്ഷെ അവിടെ ഈ വേർഡാണ് വരുന്നത്, ഈ ഫ്രൂട്ട്ഫുൾ ആകുക, ഫ്രൂട്ട്ഫുൾനെസ്, ഫലപ്രാപ്തി. യോഹന്നാൻ 15:16, John 15:16, You did not choose me, but I chose you and appointed you so that you might go and bear fruit that will last. അതിൻ്റെ മലയാളത്തിൽ നമുക്കിങ്ങനെ കാണാം, You did not choose me, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫലം കായ്ക്കുവാൻ, നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാനായി ആക്കി വെച്ചുമിരിക്കുന്നു. ഡെക്ലറേഷൻ നോക്കാമോ? മൈ വർക്ക് ബെയർസ് ലാസ്റ്റിംഗ് ഫ്രൂട്ട്. എൻ്റെ പ്രവൃത്തി നിലനിൽക്കുന്ന ഫലത്തെ ഉളവാക്കുന്നു. ദ ലോർഡ് മൾട്ടിപ്ലൈസ് എവറിത്തിങ് ഐ ഡു ഫോർ ഹിസ് ഗ്ലോറി. ഞാൻ ചെയ്യുന്നതെല്ലാം അവൻ്റെ മഹത്വത്തിനായി കർത്താവ് വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ പെരുക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ഇന്ന് തന്നെ എല്ലാം വായിച്ച് ടിക്ക് ചെയ്യുക. ഫ്രൂട്ട്ഫുൾനെസ്സിനെ കുറിച്ചുള്ള 4 കാര്യങ്ങളാണ് നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ യോഹന്നാൻ 15:16 നോക്കുക. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് അല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ദാറ്റ് മീൻസ് ഐ അപ്പോയിൻറ്റഡ് യു, ഐ ഹാൻഡ് പിക്ഡ് യു ആൻഡ് അപ്പോയിൻറ്റഡ് യു സോ ദാറ്റ് യു മൈറ്റ് ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട്. അങ്ങനെ നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു. വൗ വൗ വൗ. നമ്പർ 1, ഫ്രൂട്ട്ഫുൾനെസ് ഈസ് ഗോഡ്സ് പർപ്പസ് ഫോർ ആർ ലൈഫ്സ്. ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് ഫലപ്രാപ്തി നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ഫലപ്രാപ്തി നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമാണ്. ദൈവിക ഉദ്ദേശം തന്നെ ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഈ മോർണിംഗ് ഗ്ലോറി ശ്രദ്ധിച്ചാലറിയും, ചില വചനങ്ങൾ, ചില വാക്കുകൾ, ചില ഫോക്കസുകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാം. ആവർത്തിച്ച് വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ആവർത്തനത്തിലൂടെയാണ് ഒരു കാര്യം നമ്മുടെ അകത്ത്
സ്ഥായിയായി അല്ലെങ്കിൽ സ്ഥിരമായി സ്ഥാനം പിടിക്കുന്നത്. പണ്ട് കാലത്ത് ഈ പുസ്തകങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യാൻ, പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നത്, അതായത് വരമൊഴി ഇല്ലാതിരുന്ന കാലത്ത്, റൈറ്റിംഗ് അധികം ഇല്ലാതിരുന്ന കാലത്ത് വായ്മൊഴിയായിട്ടാണ്, ഇത് ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള കാര്യം പറയുന്നത്, വാമൊഴിയായിട്ടാണ് പലതും പ്രചരിച്ചുകൊണ്ടിരുന്നത്. ഒരാളിലുള്ള ജ്ഞാനം, ഒരാളുള്ള അറിവ് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നത് വാമൊഴിയായിട്ട്. അതിനുവേണ്ടി അവർ വെളുപ്പിന് 4 മണിക്ക് 3 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് വോളിയൂംസ് ബൈ ഹാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ഗുരുവിൽ നിന്നുള്ളത് ശിഷ്യന് കിട്ടിക്കഴിയുമ്പോൾ ആ ശിഷ്യൻ ഇത് മുഴുവൻ മെമ്മറൈസ് ചെയ്യണം. സോ മെമ്മറി ടെക്നീക്സ് ഉണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ ഇന്നത്തേക്കാൾ കൂടുതൽ ഓർമ്മശക്തി അന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രധാന കാര്യം റെപ്പറ്റീഷനായിരുന്നു. പ്രഭാതത്തിൽ വേറൊന്നിലോട്ടും പോകാത്ത സമയത്ത് വോളിയൂംസ്, ചിലപ്പോൾ കാവ്യങ്ങളായിരിക്കും, ഗദ്യമായിരിക്കാം, പദ്യമായിരിക്കാം, പക്ഷേ ഹ്യൂജ് ലാർജ് ലോങ് ടെക്സ്റ്റുകൾ അതുപോലെ തന്നെ അവർ മെമ്മറൈസ് ചെയ്യും. അങ്ങനെ പല തലമുറകളിലൂടെ അത് പാസ് ചെയ്യും. അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ. പക്ഷെ ഇന്നത്തേക്കാൾ കൂടുതൽ, ഇന്ന് നമ്മളാരും ഒന്നും അധികം ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം കുത്തിയാൽ കിട്ടും, പിന്നെ എന്തിനാ ഓർത്ത് വയ്ക്കുന്നത്? സോ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആവർത്തിച്ച് പല വചനങ്ങളും കാര്യങ്ങളും ഈ വർഷം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടുള്ള ഗുണം, ഇത് കേട്ടതാണല്ലോ, അന്ന് ഇത് ഡാമിൻ ബ്രദർ പറഞ്ഞതാണല്ലോ, അന്ന് സൺഡേ പറഞ്ഞതാണല്ലോ, അതേ വചനമാണല്ലോ ഇത്, ശരിയാ, വീണ്ടും വീണ്ടും കേട്ടോ. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൂ. ഓൾ റൈറ്റ്. ജീസസ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ബിലീവേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ടു ബെയർ ഫ്രൂട്ട്. വിശ്വാസികളെ യേശു കർത്താവ് നിയമിച്ചിരിക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട്. വിശ്വാസികളെ കർത്താവ് നിയമിച്ചിരിക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെയും എന്നെയും കർത്താവ് ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്, നിയമിച്ചിരിക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് meant to be passive or unproductive. ക്രിസ്തീയ ജീവിതം ഒരിക്കലും നിഷ്ക്രിയമായിരിക്കാനോ ഫലമില്ലാത്തതായിരിക്കാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. God saves us and places us in His kingdom so that our lives produce lasting impact. സോ നമ്മളെ കർത്താവ് രക്ഷിക്കുന്നതും ആക്കി വയ്ക്കുന്നതും, ദൈവരാജ്യത്തിൽ ആക്കി വയ്ക്കുന്നതും, നമ്മുടെ ജീവിതം കൊണ്ട് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്, നിലനിൽക്കുന്ന സ്വാധീനം മറ്റുള്ളവരിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ 15:8 ദിസ് ഈസ് ടു മൈ ഫാദേഴ്സ് ഗ്ലോറി ദാറ്റ് യു ബെയർ മച്ച് ഫ്രൂട്ട്. എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിനായി നിങ്ങൾ ധാരാളം ഫലം കായ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കിയാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ പ്രാർത്ഥന, കർത്താവേ, ഫലം കായ്ക്കുന്നൊരു വൃക്ഷമായി ഞാൻ മാറട്ടെ. ഞാൻ ഒത്തിരി വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട്, എനിക്ക് സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, എനിക്ക് എന്താ വേണ്ടത്, കാർബൺ ഡൈഓക്സൈഡ്, ഇതെല്ലാം കിട്ടുന്നുണ്ട്. എന്നിട്ടും കർത്താവ് ഞാൻ ഫ്രൂട്ടൊന്നും ഇതുവരെ പുറപ്പെടുവിച്ചില്ലല്ലോ. ഉദാഹരണത്തിന് ഞാൻ എല്ലാ ഞായറാഴ്ചയും വചനം കേൾക്കുന്നുണ്ട്, എല്ലാ ദിവസവും മോർണിംഗ് ഗ്ലോറി കേൾക്കുന്നുണ്ട്, ഒത്തിരി വചനങ്ങൾ ഞാനിങ്ങനെ കിട്ടുന്നുണ്ട് എനിക്ക്. പക്ഷേ ഇന്ന് വരെ ആത്മാക്കളെ നേടുന്നില്ല, ആത്മാവിൻ്റെ ഫലം പുറത്തേക്ക് വരുന്നില്ല, ആരിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, ആത്മാക്കളെ യേശുവിലേക്ക് നടത്തിയിട്ടില്ല, മറ്റുള്ളവരെ നർച്ചർ ചെയ്തിട്ടില്ല, ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ സുവിശേഷം അറിയിച്ചിട്ടില്ല, അനുഭവങ്ങൾ പങ്കുവച്ചിട്ടില്ല, ബൈബിൾ എടുത്ത് പഠിപ്പിച്ചിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി വെള്ളവും വളവും വെളിച്ചവും എല്ലാം കിട്ടിയിട്ടും ഒരു ഫ്രൂട്ട് പോലും കൊടുക്കാത്തൊരു വൃക്ഷത്തെ പോലെ നമ്മളായിപ്പോകും. അതുകൊണ്ടാണ് യേശു കർത്താവ് പല പ്രാവശ്യം ഫ്രൂട്ട്ഫുൾനെസ്സിനെ കുറിച്ച് ശക്തമായി ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് 1-ാം അധ്യായം തുടങ്ങി, ആദ്യ അധ്യായങ്ങൾ തുടങ്ങി ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഓക്കെ, കൊലോസ്യ ലേഖനം 1:10 ലിവ് എ ലൈഫ് വർത്തി ഓഫ് ദ ലോർഡ് ആൻഡ് ബെയർ ഫ്രൂട്ട് ഇൻ എവറി ഗുഡ് വർക്ക്. കർത്താവിന് യോഗ്യമാമണ്ണം ഒരു ജീവിതം, യോഗ്യമാമണ്ണം കർത്താവിന് വേണ്ടി ജീവിക്കുക. ആൻഡ് ബെയർ ഫ്രൂട്ട് ഇൻ എവറി ഗുഡ് വർക്ക്. സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ക്കുക, സകല സൽപ്രവൃത്തികളാലും ഫലം കായ്ക്കുക. സങ്കീർത്തനങ്ങൾ 1:3 എ പേഴ്സൺ rooted in God is like a tree that yields fruit in its season. ദൈവത്തിൽ വേരൂന്നിയിട്ടുള്ളൊരു വ്യക്തി എങ്ങനെയുള്ളതായിരിക്കും? സമയത്ത് ഫലം കായ്ക്കാൻ, അല്ലെങ്കിൽ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും.
വൃക്ഷത്തെ പോലെ ആയിരിക്കും. അപ്പോൾ കർത്താവിലാണ് നമ്മൾ വേരൂന്നിയിരിക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ ഡീപ്ലി റൂട്ടഡ് ഇൻ ഗോഡ് ഓർ ക്രൈസ്റ്റ്, എന്ത് സംഭവിക്കും? തക്ക കാലത്ത് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഞാനിത് പറയുമ്പോൾ ഒരു പരിശുദ്ധാത്മ പ്രവർത്തനം എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വചനങ്ങളിലൂടെ. ഇത് കേൾക്കുന്ന ആരും എൻ്റെ കണ്ണിലേക്ക് നോക്കുക. ഐ എം ടോക്കിംഗ് ടു യു. I am prophesying into your life. You will never, never, never be barren. നിങ്ങൾ ഊഷരഭൂമി പോലെ, തരിശുഭൂമി പോലെ, മണലാരണ്യത്തെ പോലെ, മരുഭൂമി പോലെ, വന്ധ്യയെ പോലെ ആയിരിക്കുകയില്ല. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും. നിങ്ങൾക്ക് സന്തതികളുണ്ടാകും, നിങ്ങൾക്ക് മക്കളുണ്ടാകും, നിങ്ങൾ വർദ്ധിക്കും, നിങ്ങൾ വർദ്ധിച്ച് പെരുകും. ആ അനുഗ്രഹമാണ് ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ കർത്താവ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോഡ്സ് ഇൻറ്റൻഷൻ ഫോർ എവ്രി ബിലീവർ ഈസ് എ ലൈഫ് ദാറ്റ് പ്രൊഡ്യൂസസ് സ്പിരിച്വൽ റിസൾട്ട്സ്. ആത്മീയ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു ജീവിതം ജീവിക്കാനാണ് കർത്താവിൻ്റെ ഉദ്ദേശ്യം. A tree does not exist merely to occupy space in a field. ഒരു വൃക്ഷം നിലനിൽക്കുന്നത്, വെച്ചിരിക്കുന്നത്, നട്ടിരിക്കുന്നത് ഒരു 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 നിലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഒരു പറമ്പിൽ കുറച്ച് സ്ഥലം ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ഥലം എങ്ങനെ ഇതിനെ പറയേണ്ടത്, കുറേ സ്ഥലം എടുത്ത് കുറേ സ്ഥലത്തിങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഒരു വൃക്ഷത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത്രയും സ്ഥലം ഒക്കുപ്പൈ ചെയ്യുക. നോ, ഇറ്റ്സ് പർപ്പസ് ഈസ് ഫുൾഫിൽ വെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്രൂട്ട്. ഒരു വൃക്ഷത്തിൻ്റെ യഥാർത്ഥ ജീവിത ഉദ്ദേശം നിറവേറുന്നത് ഫലം കായ്ക്കുമ്പോൾ മാത്രമാണ്. തണൽ കൊടുക്കാം, ഇങ്ങനെ നിൽക്കാം, തടി കിട്ടുമെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ പർപ്പസ്. അതുകൊണ്ടാണ് അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന സസ്യങ്ങൾ എന്ന് ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിപ്പിൽ തന്നെ കർത്താവ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫലം കായ്ക്കണം. So in the same way, believers are called to live productive lives in God's kingdom. ദൈവരാജ്യത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന ആളുകളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വിശ്വാസികളെ വിളിച്ചിരിക്കുന്നത്. നമ്പർ 2, fruitfulness comes from remaining in Christ. ക്രിസ്തുവിൽ വസിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഫലപ്രാപ്തി ഉണ്ടാകുന്നത് ക്രിസ്തുവിൽ വസിക്കുമ്പോൾ മാത്രമാണ്. യോഹന്നാൻ 15 യേശു കർത്താവ് അനേക പ്രാവശ്യം ആവർത്തിച്ച് ഊന്നിപ്പറയുന്നൊരു കാര്യമാണ് അബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പിൻ. അബൈഡ് ഇൻ മീ. എല്ലാവരും ഒന്ന് പറഞ്ഞ് ഇൻ ക്രൈസ്റ്റ്. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ കമൻറ്റ് സെക്ഷൻ. ഞാനീ പറയുന്നതെല്ലാം ഇന്നത്തെ ടൈറ്റിൽ ഫോക്കസ് വേർഡ്സ് തുടങ്ങി പറയുന്ന ഓരോ പോയിൻറ്റുകളും ദയവായി കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. ഇതൊരു സാക്ഷ്യമാണ്. മാത്രമല്ല, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വചനം കാണുന്നു, വചനം കേൾക്കുന്നു, ഇനി നിങ്ങളായി വചനം എഴുതുന്നു അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതിനെ മെമ്മറിയിൽ ഇത് റീറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഫ്രൂട്ട് ഡസ് നോട്ട് ഗ്രോ ത്രൂ ഹ്യൂമൻ എഫേർട്ട് അലോൺ. ഇറ്റ് ഗ്രോസ് ത്രൂ കണക്ഷൻ വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ ഫലം കായ്ക്കുന്നത് മനുഷ്യരുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമല്ല, നമ്മുടെ സഹവർത്തിത്വം ആവശ്യമാണ്. ഇറ്റ് ഗ്രോസ് ത്രൂ കണക്ഷൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള ബന്ധത്തിലാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. 15:5 തോന്നുന്നു. എന്നെ കൂടാതെ അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന ഫലമുളവാകുന്ന ഒന്നും, നിത്യതയെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒന്നും, ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നും, ഫ്രൂട്ട്ഫുൾനെസ്സിന് ഉതകുന്ന ഒന്നും എന്നെ കൂടാതെ നിങ്ങൾക്ക് ചെയ്യാനേ സാധ്യമല്ല. യോഹന്നാൻ 15:4 റിമെയിൻ ഇൻ മീ ആൻഡ് യു വിൽ ബെയർ മച്ച് ഫ്രൂട്ട്. എന്നിൽ വസിപ്പിൻ, എന്നാൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. ഗലാത്യലേഖനം 5:22-21 വായിക്കുമ്പോൾ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഗ്രോസ് ഫ്രം ദ സ്പിരിറ്റ്സ് വർക്ക് വിത്തിൻ അസ്. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിൻ്റെ സീരീസ് മൊത്തം നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നമ്മൾ ചെയ്തതാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെ നമ്മളന്ന് കണ്ടതാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഗ്രോസ് ഫ്രം ദ സ്പിരിറ്റ്സ് വർക്ക് വിത്തിൻ അസ്. ആത്മാവിൻ്റെ ഫലം എന്ന് അതിനെ പറയുന്നത്, അഥവാ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് നമ്മിലൂടെ പുറപ്പെടുവിക്കുന്ന, ഈൽഡിയിപ്പിക്കുന്ന, നമ്മളെക്കൊണ്ട് ബെയർ ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് ആത്മാവിൻ്റെ ഫലം. ജെറമയ 17:7-8.
യിരെമ്യാവിൻ്റെ പുസ്തകം 17:7-8 Those who trust in the Lord are like trees planted by water. കർത്താവിൽ ആശ്രയിക്കുന്നവൻ, ജഡത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ തന്നെ ആശ്രയിക്കുന്നവൻ are like trees planted by water. ആറ്റരികത്ത്, വെള്ളത്തിനരികത്ത് നട്ടിരിക്കുന്ന ഫലം പോലെയാണ്. വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾക്ക് പെട്ടെന്ന് അധികം വെള്ളമൊന്നും അത് തന്നെ ഇറിഗേറ്റഡാണ്. പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആറ്റരികത്താണ് അത് നിൽക്കുന്നത്. ആരും കൊണ്ടുപോയി ബക്കറ്റിൽ വെള്ളം ഒഴിക്കേണ്ട. The secret of fruitfulness is spiritual connection. ദൈവവുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധമാണ് ഫലപ്രാപ്തിയുടെ രഹസ്യം. A branch cannot produce fruit if it is separated from the vine. ഏതെങ്കിലും ഒരു ശാഖ, ഏതെങ്കിലും ഒരു ശിഖരം അതിൻ്റെ മെയിൻ മുന്തിരിവള്ളിയിൽ നിന്നും അടർത്തി മാറ്റിയാൽ, കട്ട് ചെയ്ത് മാറ്റിയാൽ പിന്നെ ഒരിക്കലും അതിന് ഫലം കായ്ക്കാൻ സാധ്യമല്ല. അത് തളർന്നു പോകും, വാടിപ്പോകും, ഉണങ്ങിപ്പോകും. എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ തീയിലിട്ട് ചുട്ടുകളയും, കരിച്ചു കളയും. സോ ലൈഫ് ഫ്ലോസ് ത്രൂ കണക്ഷൻ. ജീവൻ ഒഴുകുന്നത് ബന്ധത്തിലൂടെയാണ്, ദൈവവുമായുള്ള ബന്ധത്തിലൂടെയാണ് നമ്മിലേക്ക് ജീവൻ ഒഴുകുന്നത്. നമ്പർ 3 കുറിക്കുക. ഫ്രൂട്ട്ഫുൾനെസ് ഡെവലപ്സ് ഓവർ ടൈം. പെട്ടെന്നല്ല ഫലപ്രാപ്തി ഉണ്ടാകുന്നത്, അതിന് സമയമെടുക്കും. വളരെ സമയത്തിലൂടെ മാത്രമേ ഫലപ്രാപ്തി വികസിച്ചു വരികയുള്ളൂ. ഫ്രൂട്ട് ഡസ് നോട്ട് ബെയർ ഇൻസ്റ്റൻ്റ്ലി. ഇന്ന് രാവിലെ ഒരു വൃക്ഷം നട്ടു, 1 മണിക്കൂർ കഴിയുമ്പോൾ ഫലം കായ്ച്ചു. അങ്ങനെ സംഭവിക്കാറില്ല. സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഇമ്പാക്റ്റ് ഡെവലപ്പ് ഗ്രാജ്വലി ആസ് വി വാക്ക് ഫെയ്ത്ത്ഫുള്ളി വിത്ത് ഗോഡ്. ദൈവവുമായി വിശ്വസ്തമായി നടക്കുമ്പോൾ മാത്രം ക്രമേണയാണ് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. അതുപോലെ ആത്മാവിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത്. മർക്കോസ് 4:28 First the stalk, then the head, then the full grain in the head. കർത്താവ് വളർച്ചയെക്കുറിച്ച്, ഒരു വിത്ത് നട്ടാൽ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അതിൻ്റെ അതിൻ്റെ കതിര് പോലെ വരുന്നത്, പിന്നെ അതിൻ്റെ പ്രത്യേകമായി അതിൻ്റെ ഹെഡ് ഭാഗം, പിന്നെ അതിൻ്റെ ധാന്യമണി, ഇതെല്ലാം ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ദൈവം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒറ്റയടിക്കെല്ലാം കൂടെ നോ. ഗലാത്യലേഖനം 6:9 At the proper time we will reap a harvest if you do not give up. നാം തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് ഫലം കായ്ക്കും. യാക്കോബ് 5:7 The farmer waits patiently for the land to yield its crop. കൃഷിക്കാരൻ കൃഷിഫലത്തിന് വേണ്ടി, കൊയ്ത്തിന് വേണ്ടി വളരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കും. God often works through process and patience. ദൈവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പ്രക്രിയകളിലൂടെയും വളരെ സഹനശക്തിയിലൂടെ, സഹിഷ്ണുതയിലൂടെയുമാണ് കർത്താവ് കാര്യങ്ങളെ ചെയ്യുന്നത്. സോ ഇതിനെല്ലാത്തിനും ഒരു സീസണുണ്ട്. നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സീസൺസ്. ദൈവമാണ് ഈ ഭൂമിയിൽ സീസണുകൾ സൃഷ്ടിച്ചത്. ഇപ്പോൾ നിങ്ങൾ പോകുന്ന സീസൺ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില സമയത്ത് ചില വൃക്ഷങ്ങൾ എല്ലാ സീസണിലും ഫലം കായ്ക്കും. ചില വൃക്ഷങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ചില സീസണിൽ മാത്രമേ അത് ഫലം കായ്ക്കുള്ളൂ. ഓറഞ്ച് ഉണ്ടാകുന്നൊരു സീസണുണ്ട്, മാങ്ങ ഉണ്ടാകുന്നൊരു സീസണുണ്ട്. സോ സീസണൽ ഫ്രൂട്ട്സ് എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ദൈവം നമ്മളെ വിവിധ സീസണുകളിലൂടെ പോകുമ്പോൾ, അല്ലാത്ത സീസണിലും അതിന് നർച്ചറിങ്ങും അതിന് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. സീസണാകുമ്പോൾ അത് ഫലം കായ്ക്കും. അതിനെന്താണ് ആവശ്യം? ആ സീസൺ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കൊയ്ത്തിൻ്റെ സീസൺ വരെ വെയിറ്റ് ചെയ്യണം. വിളവെടുപ്പിൻ്റെ സീസൺ വരെ വെയിറ്റ് ചെയ്യണം. ആദ്യം ചിലപ്പോൾ പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും, പിന്നെ നനയ്ക്കുന്നതായിരിക്കും, പിന്നെ അത് വളർന്നു വരുമ്പോൾ അതിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്ന ദീർഘ മാസങ്ങൾ, വർഷങ്ങൾ കടന്നിരിക്കും. പക്ഷേ അവസാനം ഒരു ദിവസം ദാ വരുന്നു ഫ്രൂട്ട്സ്. കർത്താവ് നമുക്ക് വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. സീസണിന് വേണ്ടി നമ്മൾ ഫലം കായ്ക്കുന്ന വിളവെടുപ്പിൻ്റെ സീസണിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ നമുക്കും ആ ഒരു ക്ഷമാശീലം ഉണ്ടായിരിക്കണം. നമ്പർ 4, 4ാമത്തേത്, ഫ്രൂട്ട് ദാറ്റ് ലാസ്റ്റ്
impacts eternity. നിലനിൽക്കുന്ന ഫലം നിത്യതയെ സ്വാധീനിക്കും. കാരണം യേശു കർത്താവ് കൂടെ പറഞ്ഞൊരു കാര്യമാണ്, ഫ്രൂട്ട്സ് ദാറ്റ് വിൽ ലാസ്റ്റ്. നിലനിൽക്കുന്ന ഫലം, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ടൈപ്പ് ചെയ്തിട്ടേ. ടെമ്പററി അച്ചീവ്മെൻറ്റ്സ് ഫെയ്ഡ്, ബട്ട് സ്പിരിച്വൽ ഫ്രൂട്ട് ക്യാരീസ് ഇറ്റേണൽ വാല്യൂ. താൽക്കാലികമായ എല്ലാ നേട്ടങ്ങളും മാഞ്ഞ് ഇല്ലതാവും, പോവും. എന്നാൽ ആത്മാവിൻ്റെ ഫലത്തിന് നിത്യമായ മൂല്യമുണ്ട്. അഥവാ നിത്യതയിലേക്കും നിലനിൽക്കും. ഉദാഹരണത്തിന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. കൃപാവരങ്ങൾ പോലും മാറിപ്പോകും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, നിത്യതയിലേക്ക് നിലനിൽക്കുന്നു. മത്തായി 6-ാം അധ്യായത്തിൻ്റെ 19-20 വായിക്കുമ്പോൾ, സ്റ്റോർ അപ്പ് ട്രഷേഴ്സ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സുരുക്കൂട്ടുവിൻ, ശേഖരിച്ചു വയ്ക്കുവാൻ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ നമുക്ക് സ്വരുക്കൂട്ടാൻ പറ്റും. ദാനിയേൽ 12:3 പറയുന്നത്, those who lead many to righteousness will shine like stars forever. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ, അനേകരെ സുവിശേഷം അറിയിച്ചും വചനം കൊടുത്തും ഒക്കെ സ്വീകരിക്കുന്നവർ, കർത്താവിലേക്ക് കൊണ്ടുവരുന്നവർ, നീതിയിലേക്ക് കൊണ്ടുവരുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നും ആകാശമണ്ഡലത്തിൽ പ്രഭയോടുകൂടെ ശോഭിച്ചുകൊണ്ടിരിക്കും. 1 കൊരിന്ത്യർ 15:58 Your labor in the Lord is not in vain. കർത്താവിലുള്ള നിങ്ങളുടെ അധ്വാനം നഷ്ടമാകുകയില്ല. കർത്താവിലുള്ള നിങ്ങളുടെ അധ്വാനം ഒരിക്കലും പാഴായി പോകുകയില്ല. അതിന് പ്രതിഫലമുണ്ട്, നിത്യതയിലും അതുണ്ടായിരിക്കും. So when lives are touched, disciples are made, love is demonstrated, those fruits remain beyond this life. ഇവിടെ എന്തെല്ലാം അച്ചീവ് ചെയ്താൽ, ഇപ്പോൾ ഒരാൾ ഒളിമ്പിക് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി, ആ സ്വർണ്ണ മെഡൽ കുറേ നാൾ ഒരുപക്ഷെ ലിവിങ് റൂമിൽ അല്ലെങ്കിൽ മെഡലുകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന ഷെൽഫിൽ ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ടിരിക്കും. ചില വീടുകളിലുണ്ടല്ലോ, ചില കുട്ടികൾ, ചിലരൊക്കെ ഒത്തിരി കായിക മത്സരങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ സമ്മാനങ്ങൾ, അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നവർ അതിങ്ങനെ ഡിസ്പ്ലേ ആയിട്ടൊക്കെ വെച്ചിരിക്കും. ദാറ്റ് ഇസ് ഗുഡ്. പക്ഷേ അതെന്നേക്ക് നിലനിൽക്കുമോ? നോ. അതുകൊണ്ടാണ് പറയുന്നത്, അവരോ വാടുന്ന കിരീടം, നമ്മൾ വാടാത്ത കിരീടത്തിന് വേണ്ടി. സോ അന്നൊക്കെ ലോറൽ ലീവ്സ്, കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഇലകൾ കൊണ്ട് നെയ്തുണ്ടാക്കുന്ന കിരീടമാണ് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. കുറേ കഴിയുമ്പോൾ അത് വാടിപ്പോവും. വാടാത്ത കിരീടം നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ്. ഇനി പറയും, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള പല തലമുറകളിലേക്ക് ഒരു സ്വാധീനമിടാൻ കഴിയും. അതിനാണ് നമ്മൾ ലെഗസി എന്നൊക്കെ പറയുന്നത്. സോ ഇന്ന് ചിലരുടെ മേലിടുന്ന സ്വാധീനം അനേകരിലേക്ക് സ്വാധീനം. ഒരു ആപ്പിളോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സീഡ്സ് ഉണ്ട്. ഈ ആപ്പിൾ സീഡ്സിന് അതുപോലെയുള്ള പല ആപ്പിളുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിനകത്തുള്ള സീഡ്സിന് അടുത്ത ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ ഫ്രൂട്ട്ഫുൾനെസ് ഈസ് നോട്ട് മിയർലി അബൌട്ട് സക്സസ് ടുഡേ, ബട്ട് അബൌട്ട് ഇമ്പാക്ട് ദാറ്റ് എൻഡ്യൂർസ് ഫോർ എവർ. അതുകൊണ്ട് ഈ ഫലപ്രാപ്തി എന്ന് പറയുന്നത്, ഫലം കായ്ക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ജീവിത വിജയം അല്ല. ചില മേഖലകളിൽ ഞാൻ വിജയിച്ചു, ബിസിനസ്സിൽ വിജയിച്ചു, എന്തെങ്കിലുമൊക്കെ ചില ഫീൽഡുകളിൽ ഞാൻ വിജയിച്ചു, ട്രോഫികൾ ലഭിച്ചു, പേര് വന്നു, പത്രത്തിൽ പേര് വന്നു, മന്ത്രിമാരുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടി. അതല്ല ശരിയായ ഫ്രൂട്ട്ഫുൾനെസ്. ശരിയായ ഫ്രൂട്ട്ഫുൾനെസ് എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ നിലനിൽക്കുന്ന ഫലം കായ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഐ വാണ്ട് ടു ബെയർ ലാസ്റ്റിംഗ് ഫ്രൂട്ട്. എനിക്ക് നിലനിൽക്കുന്ന ഫലം കായ്ക്കണം. അതൊരു സാക്ഷ്യമായി അവിടെ കിടക്കട്ടെ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ എല്ലാവരെയും സഹായിക്കണം. ഇന്നത്തെ വചനം ആഴങ്ങളിലേക്ക് ഇറങ്ങി, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അവിടെ സ്ഥായിയായ സ്ഥാനം പിടിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈനീട്ടം. കർത്താവേ, അങ്ങ് കൈനീട്ടി നിൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ട് സൗഖ്യമാക്കണേ. ഈ ഭയങ്കരമായി മുടി പൊഴിഞ്ഞു പോവുകയോ
അതിനാൽ തന്നെ വലിയ മനപ്രയാസം അനുഭവിക്കുന്ന ആരൊക്കെയുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതിഭാസം നിലനിൽക്കട്ടെ. ഒരു പക്ഷേ ഹോർമോണൽ പ്രോബ്ലം ആകാം, മറ്റെന്തെങ്കിലും ഇഷ്യൂ ആകാം. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ളതും ബ്രസ്റ്റിലുള്ള ലംബുകളോ സിസ്റ്റുകളോ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടി ഫാറ്റ് ഡെപ്പോസിറ്റ് വന്നതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പുകവലി പോലെയുള്ള ദുശീലങ്ങൾ എന്തും മാറിപ്പോട്ടെ. കൈനീട്ടുമ്പോൾ ഏതാവശ്യമാണോ പ്രാർത്ഥിക്കുന്നത് അതിലൊരു വലിയ വിടുതലുണ്ടാകട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം, സ്റ്റേറ്റസ് ഇടണം. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.